Hi friends, welcome to the Name Entertainment. Okay, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗാമി വെഡിങ് ഡ്രസ്സാണ്. ഓക്കെ, അതിനായിട്ട് ഞാനൊരു A4 സൈസ് കളേർഡ് A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഹൈറ്റ് 21 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 21 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 21 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്ത്തും കൂടി മാർക്ക് ചെയ്യാം. വിഡ്ത്ത് A4 സൈസ് പേപ്പർ ആണെങ്കിൽ 21 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 21 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുന്നതാണ്. സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഞാൻ സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്യുന്നതാണ്, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നതാണ്. ഈ പാട്ട് വേണ്ട, ഈ പാട്ട് മാത്രം മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാനത് വരച്ചു കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഒരു സ്ക്വയർ പേപ്പർ കിട്ടും. ഇനി നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈന് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ തം ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഈ പേപ്പറും ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. നമുക്ക് ഫോൾഡ് ചെയ്ത പേപ്പർ പിന്നെയും ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയ പേപ്പറാവും. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കട്ടിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു ലൈന് കാണാൻ പറ്റും. ഇനി നമുക്ക് 3 ലൈന് വെച്ചിട്ട് 1 2 ലൈന് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. വേറെ സൈഡും ഉണ്ട്, ആ സൈഡും നമുക്ക് 3 ലൈന് പ്ലസ് 1 2 ലൈന് ഫോൾഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. നമ്മളുടെ ഭാഗത്തോട്ട് തന്നെ തിരിച്ച് ഫോൾഡ് ചെയ്യാം. നമുക്ക് നേരെ വെച്ചിട്ട് തിരിച്ചു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ നെക്ക് വേണം. അതിനായിട്ട് ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഈ സൈഡും നമ്മുടെ ആ ലൈനും വെച്ചിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഈ മറ്റേ നെക്കും വേണം. അപ്പം നമുക്ക് അത് രണ്ടും ഈക്വലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് ആ ഫോൾഡ് ചെയ്ത ലൈന് ഒന്ന് ഉള്ളിലേക്ക് ഇതാക്കാം. നമുക്ക് ഈ ലൈനും കണ്ടോ, ഈ ലൈന് ഉള്ളിലേക്ക് ആക്കണം. അപ്പോൾ നമ്മളുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓർഗാമി ഡ്രസ്സിൻ്റെ ഫ്രോക്ക് നോക്കാം. ഞാൻ ഇത് ലാസ്റ്റ് വരെ ആ പേപ്പറിൻ്റെ ഇതുവരെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെ നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റേ ഇതും കൂടി നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട്, ഓർഗാമി ഡ്രസ്സിൻ്റെ സ്കേർട്ട് റെഡി ആയിട്ടില്ല. ബാക്കൊന്ന് ഒന്നും കൂടി ചെയ്യണം. ഇതുവരെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് തിരിച്ച് വെച്ചിട്ട് നമ്മുടെ നെക്ക് ബോർഡറിൻ്റെ ഇത് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആക്കിയാലേ ഇത് കിട്ടുള്ളൂ. ബാക്കൊന്ന് അത് ഇതാക്കാൻ പറ്റുള്ളൂ. കണ്ടോ, അപ്പം നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യണം. നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ലൈന് കാണുന്ന
ലൈന് നമുക്ക് ഫ്രോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മേലെ നമുക്ക് കറക്റ്റായി കിട്ടും. നമുക്ക് ഈ സൈഡിലെ പേപ്പറും ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്കേർട്ടിൻ്റെ ലൈന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇനി നമ്മുടെ ഹാൻഡ് റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാൻഡ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രിൻസസ് ലുക്കിൽ നമ്മുടെ ഒരു വെഡിങ് ഡ്രസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു തവണ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ. ആൻഡ് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു വെഡിങ് ഡ്രസ്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളുടെ ഓർഗാമി വെഡിങ് ഡ്രസ് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു.